ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പ ശരണം. ശ്രീമാത്രേ നമഃ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണത് ലേഡീസിൻ്റെ പീരിയഡ്സിനെ കുറിച്ചിട്ടാണ്. ഞാനൊരു ലേഡി ആയ കാരണമായിരിക്കാം കുറേ ലേഡീസ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ തിങ്. അപ്പോൾ ദിസ് ഹാസ് ടു ബി അഡ്രസ്ഡ് എന്ന് തോന്നി. അത് കാരണം കൊണ്ടാണ് ഈ റീൽ ഞാനിവിടെ ചെയ്യണത്. ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. ആൻഡ് ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് അറ്റ് ഇറ്റ്. ഐ ഡു നോട്ട് ക്ലെയിം ടു ബി എൻ എക്സ്പേർട്ട് അറ്റ് ഇറ്റ്. ഗുരുക്കന്മാർക്ക് ഇതിനെക്കാരും കുറേ അറിയാം. നമ്മുടെ പൂർവികന്മാർക്കും ഇതിനെക്കുറിച്ച് കുറേ അറിയാമായിരുന്നു. സോ നമ്മുടെ ലൈഫ് ഫോം, നമ്മുടെ ജീവൻ ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ വിശ്വാസപ്രകാരം 5 ടൈപ്പ് ഓഫ് എനർജീസ് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യണം. ആൻഡ് അതൊക്കെ ബാലൻസിൽ ഇരുന്നാൽ മാത്രമേ നമ്മുടെ എനർജി, നമ്മുടെ ഹ്യൂമൻ ബോഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഈ 5 എനർജീസ് എന്ന് പറയുമ്പോൾ പ്രാണ, അപാന, സമാന, വ്യാന, ഉദാന, ഈ 5 ടൈപ്സ് ഓഫ് പ്രാണവായുക്കളാണ്. ഇതിൽ നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രാണനെക്കുറിച്ചും അപാനനെക്കുറിച്ചുമാണ്. പ്രാണവായു എന്ന് പറയുന്നത് അപ്വേർഡ് ലിഫ്റ്റിംഗ് എനർജിയാണ്. അപ്വേർഡ് ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുണ്ടലിനിനെ മുകളിലോട്ട് കയറ്റി സഹസ്രാരത്തിലോട്ട് കൊണ്ടുപോകുന്ന എനർജീനെ നമുക്ക് പ്രാണ എന്ന് പറയാം. ഇത് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും? അമ്പലത്തിൽ പോകുന്നതാണ് ഈസിയസ്റ്റ് വേ. അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിലുള്ള പ്രാണശക്തിനെ നമ്മൾ നമ്മുടെ ദേഹത്തോട്ട് എടുത്ത് നമ്മുടെ പ്രാണനെ നമ്മൾ കൂട്ടുന്നു. അല്ലെങ്കിൽ നാമജപം ചെയ്യുമ്പോൾ അഗൈൻ ദി അപ്വേർഡ് എനർജി റൈസസ്. അപാനൻ എന്ന് പറയുന്ന എനർജി എന്തിനാണ്? അപാനൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് പുഷിങ് എനർജിയാണ്. ഡൗൺവേർഡ് പുഷിങ് എനർജിയാണ് നമുക്ക് ഡെയിലി ബാത്റൂം പോവാൻ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ലേഡീസിന് പീരിയഡ്സിന് ബ്ലഡ് പുഷ് ചെയ്യാൻ, ഡൗൺവേർഡ് പുഷ് ചെയ്യാൻ. പിന്നെ ചൈൽഡ് ബർത്ത്, പ്രസവ സമയത്ത് കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഒക്കെയാണ് ഈ അപാന എനർജി യൂസ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലേഡീസ് ഹു ആർ ഓൺ ദ പീരിയഡ്സ് അമ്പലത്തിൽ പോകരുത് എന്ന് പറയണത്. അല്ലെങ്കിൽ 7 മാസം വരെ ഗർഭിണിയായ സ്ത്രീകളെ മാത്രമേ അമ്പലത്തിലോട്ട് കയറ്റാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കയറ്റാറുള്ളൂ എന്ന് പോലും പറയാൻ പാടില്ല. നമ്മൾ ലേഡീസ് തന്നെ മനസ്സിലാക്കണം, നമുക്ക് ആ സമയത്ത് അപാന എന്ന് പറഞ്ഞ എനർജി കൂടേണ്ട സമയമാണ്. നമ്മളുടെ ഡൗൺവേർഡ് പുഷിങ് എനർജി കൂടേണ്ട സമയമാണ്. സോ ആ സമയത്ത് നമ്മളിങ്ങനെ അമ്പലത്തിൽ പോയാൽ നമ്മുടെ പ്രാണൻ അങ്ങോട്ട് വർദ്ധിക്കും. സോ ഇറ്റ് വിൽ കോസ് എ ലോട്ട് ഓഫ് സ്ട്രെസ് ഓൺ ദ ബോഡി. അത് കാരണം കൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ നമ്മളുടെ അടുത്ത് അമ്പലത്തിൽ പോകരുത്, നാമം ചൊല്ലരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ ഇങ്ങനെ കണിശായിട്ട് പറയുമ്പോൾ നമുക്കതൊരു തെറ്റായിട്ട് തോന്നാറുണ്ട്. ദേ ഡിഡ്ന്റ് നോ ഓർ ദേ ഡിഡ്ന്റ് വാണ്ട് ടു എക്സ്പ്ലെയിൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അശുദ്ധിയൊന്നല്ല. ഇതൊക്കെ ലേഡീസിന് മാത്രമുള്ളൊരു കഴിവാണ്. നമുക്ക് മാത്രമല്ലേ ഉള്ളൂ ഒരു ജീവനെ ഈ ലോകത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. സോ ലേഡീസ്, ഐ ഹോപ്പ് ഐ ഹവ് ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഇസ് സോ. ഓക്കെ, സോ ശരി, എന്തായാലും ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പ ശരണം.